ഹായ് ഹലോ വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഡോക്ടർ ആര്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണം എങ്ങനെയാണെന്നുള്ളതാണ്. ആ ടോപ്പിക്കിലേക്ക് പോകും മുമ്പ് കുട്ടികൾക്ക് എപ്പോഴാണ് ശരിക്കും പാൽപ്പല്ല് വന്നു തുടങ്ങുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ പാൽപ്പല്ലുകളെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ്. എത്ര വയസ്സിലാണ് ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത്? എത്ര വയസ്സിലാണ് പാൽപ്പല്ല് പൊഴിഞ്ഞു തുടങ്ങുന്നത്? പാൽപ്പല്ല് വരാൻ ലേറ്റ് ആയാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ പാൽപ്പല്ലിൽ കേടുകൾ വന്നാൽ അത് എന്തുകൊണ്ട് വരുന്നു, അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാൽപ്പല്ല് എന്ന് പറഞ്ഞാൽ ഡെസിഡിയസ് ടൂത്ത്. കൊച്ചു കുട്ടികളിൽ എത്ര വയസ്സിലാണ് പാൽപ്പല്ല് വരുന്നത്? സ്വാഭാവികമായും നമ്മൾ പാൽപ്പല്ല് വന്നു തുടങ്ങുന്നത് 5 to 6 months അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 6 monthsലാണ് മിക്ക കുട്ടികളിലും പാൽപ്പല്ല് വന്നു തുടങ്ങുക. മിക്കവാറും ഒക്കെ താഴത്തെ പല്ല് തന്നെ ആയിരിക്കും വരിക. പിന്നീട് ക്രമേണ പാൽപ്പല്ലുകൾ വന്നുകൊണ്ടിരിക്കും. പാൽപ്പല്ലുകൾ മൊത്തം 20 എണ്ണമാണ് ഉള്ളത്. മുകളിലും താഴെയും ഇരുവശത്തെയും ചേർത്ത് 20 പല്ലുകളാണ് ഉള്ളത്. ഈ 20 പല്ലും 3 വയസ്സോട് കൂടിയാണ് ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നു തീരുന്നത്. നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. പിന്നെ ചില കുട്ടികളിൽ ചെറുതായിട്ട് ഡിലേ ആവാറുണ്ട്. ആ ഒരു പാൽപ്പല്ല് വരുന്നത് ഒരു 6 മാസം എന്ന് പറയുന്നത് 1 ഇയറോളം പോകുന്ന കേസുകളുണ്ട്. ജന്മനാ തന്നെ പല്ലുകൾ ഉള്ള കുട്ടികളുണ്ട്. ചിലപ്പോൾ ജനിച്ചൊരു 30 ദിവസത്തിനകം വരുന്ന പല്ലുകളുണ്ട്. അങ്ങനെ പല രീതിയിലും വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് നോർമൽ കേസ് തന്നെ നോക്കാം. പാൽപ്പല്ല് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. പല്ല് നമ്മൾ 6 മാസത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പെയിൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു കുമിള പോലെ കാണിക്കും, ഒരു കുമിള പോലെ അല്ലെങ്കിൽ എന്തോ ഒരു തടുപ്പ് പോലെ പല്ല് വരുന്ന സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജെന്റിലായിട്ട് ആ ഒരു ഏരിയ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിരൽ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചെറിയ കോട്ടൺ റോളോ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് നല്ല രീതിയിൽ വിരലൊന്ന് ചുറ്റുക. എന്നിട്ട് പതിയെ കുട്ടിയുടെ മോണയിൽ നമ്മൾ ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ നമ്മൾ ജെന്റിലായിട്ട് ഒത്തിരി പ്രഷർ കൊടുക്കരുത്, ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് പിന്നീട് പാൽപ്പല്ല് വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയെന്നും കുറച്ചും കൂടെ എളുപ്പത്തിൽ വരാനും അത് സഹായിക്കും. ഗം മസാജ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ ഈ ഒരു 6 മാസത്തിൽ കുട്ടിയുടെ പല്ല് കണ്ടില്ലെങ്കിൽ നമ്മൾ ഗം മസാജ് ചെയ്ത് കൊടുക്കുക. 1 വയസ്സ് വരെ കുട്ടികൾക്ക് ഇങ്ങനെ പാൽപ്പല്ല് വരാൻ ഡിലേ ആവുന്നത് നോർമലാണ്. പക്ഷേ 1 ഇയർ ആയിട്ടും കുട്ടികൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നതാണ് എത്ര വയസ്സിലാണ് പല്ല് പൊഴിഞ്ഞു പോകുന്നുള്ളത്. ആദ്യത്തെ പാൽപ്പല്ല് പൊഴിഞ്ഞു തുടങ്ങുന്നത് 6 മുതൽ 7 വയസ്സിനകം വെച്ചിട്ടായിരിക്കും. നമ്മുടെ പെർമനന്റ് ടീത്ത് വരുന്നത് ഒരു 6 to 7 ഇയേഴ്സ് ഏജിലാണ്. അതിനു മുമ്പായിട്ട് ആദ്യത്തെ പല്ല് പൊഴിഞ്ഞു പോകും. ഇതിനിടയ്ക്ക് പല കുട്ടികൾക്കും ഒത്തിരി കേട് വന്നപ്പോൾ നമ്മൾ പുഴുപ്പല്ലെന്ന് പറയത്തില്ല, അങ്ങനെ കേട് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ പല്ല് നമുക്ക് നേരത്തെ തന്നെ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, പാൽപ്പല്ലല്ലേ, പോകാനുള്ള പല്ലല്ലേ, അതിന് എന്തിനാ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ അത് ട്രീറ്റ് ചെയ്ത് കാശ് കളയുന്നത്, പുതിയൊരു പല്ല് വരുമ്പോഴത്തേനും അതങ്ങ് നോക്കിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ പെർമനന്റ് ടീത്ത് പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പാൽപ്പല്ല്. കാരണം പെർമനന്റ് ടീത്ത് വരുന്ന പൊസിഷൻ ഈ പാൽപ്പല്ലിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. പാൽപ്പല്ലുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇൻഫെക്ഷൻ ഇറങ്ങി വരുന്ന പെർമനന്റ് ടീത്തും ഇൻഫെക്ഷ്യസ് ആവാം. ഇത് കൂടുതലും കേടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാൽപ്പല്ലിന്റെ സംരക്ഷണം നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ. അച്ഛനമ്മമാര് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആ പാൽപ്പല്ലിന് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളിലെ പല്ല് കേടായി പല്ല് എടുത്ത് കളഞ്ഞു. ഇപ്പൊ 4 വയസ്സുള്ള കുട്ടിക്ക് പല്ല് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് വെക്കും. പല്ല് എടുത്ത് കഴിയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു 6 വയസ്സായാലും അതും എടുത്ത് കളയുന്ന പല്ലിനെ അപേക്ഷിച്ചിരിക്കും. ചില പല്ലുകള് 6 വയസ്സെന്ന് പറയുന്നത് ഞാൻ മുൻനിരയിലെ ഫ്രണ്ടിലത്തെ പല്ലായിരിക്കും നമുക്ക് 6 to 7 വയസ്സിൽ വരുന്നത്. താഴത്തെയും മുകളിലത്തെയും മുൻനിരയിലെ പല്ലുകളാണ്. മിക്കവാറൊക്കെ കുട്ടികൾക്ക് പ്രശ്നം വന്നിപ്പോ ഒത്തിരി കേട് വന്ന് പൾപ്പക്ടമി അല്ലെങ്കിൽ പല്ല് എടുത്ത് കളയേണ്ട സിറ്റുവേഷൻ ഒക്കെ പുറകിൽ പല്ലുകളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറകിലുള്ള പല്ലുകളിൽ നമ്മൾ പല്ല് എടുത്ത് കളയുമ്പോൾ ഇതിന് തൊട്ട് പിറകെ പെർമനന്റ് വരുന്നുണ്ട്. സോ അവിടെ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ പെർമനന്റ് വരുന്ന പൊസിഷനിൽ നിന്ന് മാറ്റി നമ്മൾ ഈ പല്ല് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട് പെർമനന്റ് ടീത്ത് വരാനുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന പല്ല് അങ്ങോട്ട് ചായാനും പുറകെ വരുന്ന പല്ലിന് അവിടെ ഇരിക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല. സോ അങ്ങനെ വരുമ്പോൾ ടൂത്തിന് ക്രൗഡിങ് ഉണ്ടാകും. ഒത്തിരി നിരതെറ്റിയ പല്ലുകൾ കൂടുതലായിട്ടും ഇങ്ങനെ വരുന്ന കേസുകളിലാണ് കുട്ടികൾക്ക് നിരതെറ്റൽ ഉണ്ടാകുന്നത്. സോ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനു മുമ്പ് കേടുകൾ ഏതൊക്കെ രീതി കാണാം, ഈ ഏതൊക്കെ രീതി കാണുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. കേടെന്ന് പറയുന്നത് അല്ലെങ്കിൽ പല്ലിന് പോട് വരുന്ന അവസ്ഥ ഒരിക്കലും ഒരു ദിവസം കൊണ്ടോട്ടാവുന്നതല്ല. കുട്ടികൾക്ക് നമ്മൾ ആദ്യം കാണുന്നത് എങ്ങനെയാണ്, ഒരു ചോക്കി വൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വെള്ള കളറിൽ ഒരു പാട പോലെ അവിടെ പല്ലിന്റെ അവിടെ ആയിട്ട് ഒരു വെള്ള കളറിൽ കാണും. അതാണ് ആദ്യത്തെ സ്റ്റേജ് ഓഫ് കേരീസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ അവെയർ ആയി കുട്ടികളുടെ ഓറൽ ഹൈജീൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കേടിലേക്ക് അത് പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ പല്ല് സേഫ് ആക്കി വെക്കാൻ പറ്റും. എന്നാൽ ആ ഒരു സ്റ്റേജും ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഒരു റിങ് പോലെ പല്ലിന് ചുറ്റും ഒരു മഞ്ഞ കളർ കാണും. അത് കേടിന്റെ അടുത്ത സ്റ്റേജ് ആണ്.
അപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നല്ല കട്ടി കറുത്ത കളറിൽ ചിലപ്പോൾ ക്രൗൺ എല്ലാം പോകും, മുകളിലുള്ള ടൂത്ത് പോർഷൻ എല്ലാം പോയിട്ട് ചിലപ്പോൾ കുറ്റികൾ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പല്ലെത്തുന്നത്. കാണുന്നതിനേക്കാൾ കൂടുതലും കുട്ടികൾക്ക് വേദന ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, നല്ല വേദനയായിരിക്കും. അതുപോലെ ഇങ്ങനത്തെ ഉള്ള പല്ലുകൾ കുട്ടികളുടെ കോൺഫിഡൻസ് കുറയ്ക്കും. അത് കുട്ടികൾക്ക് ഭയങ്കര ചിരിക്കാൻ തന്നെ വിഷമമായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ഇത് എന്തൊക്കെ കൊണ്ടാണ് വരുന്നത്? മിക്കവാറും ഉള്ള കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കുഞ്ഞുങ്ങളിൽ പാല് കുടിച്ച ഉടനെ അങ്ങനെ കിടത്തി ഉറക്കും. കുട്ടികൾ പാല് കുടിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ഫിംഗറിൽ ചുറ്റിയിട്ട് കുഞ്ഞിന്റെ വായ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. 4 months മുതൽ നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം. പല്ല് വരും വരെ നോക്കണം എന്നില്ല. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞിന്റെ പല്ല് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് വേണം കിടത്തി ഉറക്കാൻ. അതുപോലെ തന്നെ ബോട്ടിൽ ഫെഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പാലുകുപ്പി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ള കുട്ടികളിലാണ് നമ്മൾ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് അല്ലെങ്കിൽ ബോട്ടിൽ ഫെഡ് കേരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് കേരീസ് കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുട്ടികളുടെ താഴത്തെ പല്ലിന് യാതൊരു പ്രശ്നവും കാണില്ല. മുകളിലത്തെ 4 പല്ലിനായിരിക്കും ശരിക്കും കറുത്ത് ക്രൗണൊക്കെ പോയി അതൊരു കുറ്റി എന്ന രൂപത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളില് നമ്മളിപ്പോ പാല് കുടിക്കുന്നു, ഈ കുപ്പിപ്പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികളിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് മോസ്റ്റ് ഓഫ് ഓൾ ഷുഗറി കണ്ടന്റ് ആണ്. കേരീസ് ഉണ്ടാകുന്ന പ്രോസസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഈ കേടുണ്ടാവുമ്പോൾ താഴത്തെ പല്ലിന് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല നമുക്ക് സംശയം തോന്നും. കാരണം താഴത്തെ പല്ല് നമ്മൾ നാക്ക് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. കുട്ടി സക്ക് ചെയ്യുന്ന സമയത്ത് നാക്ക് വെച്ച് പ്രൊട്ടക്ട് ചെയ്തേക്കാണ് താഴത്തെ പല്ലിന്. അതുകൊണ്ട് തന്നെ താഴത്തെ പല്ലിന് യാതൊന്നും തന്നെ ആദ്യത്തെ സ്റ്റേജ് സംഭവിക്കില്ല. അവസാനത്തെ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് താഴത്തെ പല്ല് ഇൻഫെക്റ്റഡ് ആവുക. അതുപോലെ തന്നെ ഈ താഴത്തെ പല്ലിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഉമിനീരിന്റെ ഗന്ധികളുണ്ട്. സോ അത് കാരണവും ഈ ഉമിനീര് വന്ന് ഒരു ഫ്ലഷിംഗ് ആക്ഷൻ നടത്തിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സലൈവറി കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് താഴത്തെ പല്ലിന് ഒന്നും സംഭവിക്കാതെ മുകളിലത്തെ പല്ലിന് മാത്രം നമുക്ക് ആ ഒരു പാലുകുപ്പി കാരണം അല്ലെങ്കിൽ ഫീഡിങ് കാരണം പ്രശ്നം വരുന്ന കേരീസ് വരുന്ന കുട്ടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ മുകളിലത്തെ പല്ലായിരിക്കും കൂടുതൽ ഇൻഫെക്റ്റഡ്. താഴത്തേന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ സ്റ്റേജിൽ കാണത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റിക്കി ആയിട്ട് ഒത്തിരി ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് അതൊരിക്കലും നല്ലതല്ല. കുട്ടികളുടെ പല്ല് നമ്മൾ വൃത്തിയാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോഴേ ചോക്ലേറ്റ് കൊടുത്ത് ഷുഗറി കണ്ടന്റുകൾ പെട്ടെന്ന് തന്നെ കേടുണ്ടാക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ദന്ത സംരക്ഷണം കറക്റ്റ് അല്ലാത്ത കുട്ടികളിലും ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടും കേട് വരുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം കൊടുക്കാത്ത അവസ്ഥ. ഈ ഒരു കേരീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായി കാണുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ബോട്ടിൽ ഫെഡ് മാക്സിമം കിടന്നുറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ കൊടുക്കാതിരിക്കുക. അഥവാ കൊടുക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ പാസിഫയേഴ്സ് ഉപയോഗിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ ഓറൽ ഹൈജീൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഓറൽ ഹൈജീൻ എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെയൊക്കെ കുട്ടികളുടെ പല്ല് വൃത്തിയാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കൊടുക്കുക, കാൽഷ്യം അടങ്ങിയ ഫുഡുകൾ ഒത്തിരി കൊടുക്കാൻ ശ്രമിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക, മീറ്റ് കൊടുക്കുക, ഒക്കെ കൊടുക്കാം. സ്റ്റിക്കി ഫുഡ്സ്, ഷുഗറി ഫുഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പോലത്തുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കഴിവതും ഒഴിവാക്കുക. ഒട്ടും നല്ലതല്ല. പിന്നെ നന്നായി വെള്ളം കുടിക്കുക, നന്നായിട്ട് കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെയും ഈ പറഞ്ഞ ഡെന്റൽ കേരീസ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ദന്ത സംരക്ഷണം നടത്തുന്നത്? ഒരു 4 മാസം മുതൽ തന്നെ നമ്മൾ ഈ ഗം പാഡ്സ് നമ്മുടെ മോണ മുതൽ നമ്മൾ ആ ടൂത്തിന്റെ സംരക്ഷണം തുടങ്ങി വരണം. 4 മാസം മുതൽ നമ്മൾ ആ ഒരു ജെന്റൽ ക്ലോത്ത് ഉപയോഗിച്ചുള്ള ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് ഒരു 6 മാസം ആകുമ്പോൾ കുട്ടികളുടെ ആദ്യത്തെ പല്ല് വരും. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷസ് ഒന്നും ആ ടൈമിൽ നമ്മൾ ബ്രഷസ് പറയാറുണ്ട്, സോഫ്റ്റ് ബ്രഷിൽ ബ്രഷ്, പക്ഷെ ആ ടൈമിലൊന്നും കുട്ടികൾക്ക് നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 to 12 months നമുക്ക് ഫിംഗർ ബ്രഷസ് കിട്ടും. നമ്മുടെ കയ്യിൽ തന്നെ ഫിംഗർ ബ്രഷസ് ആയിട്ട് വാങ്ങാൻ കിട്ടും. സോ അങ്ങനത്തെ ഫിംഗർ ബ്രഷസ് ഉപയോഗിച്ച് നമ്മൾ കുട്ടികളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഫിംഗർ ബ്രഷസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കോട്ടൺ ചുറ്റി തന്നെ നമുക്ക് പല്ല് തേച്ച് കൊടുക്കാവുന്നതാണ്. ടൂത്ത് പേസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. പേസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് കണ്ടന്റ് അടങ്ങിയ പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ അളവ് ഒരു അരിമണി വലുപ്പത്തിലായിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികൾക്ക് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എഡിബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ വേണം ആദ്യം യൂസ് ചെയ്യാൻ. കാരണം ആക്സിഡന്റലി കുട്ടികളുടെ ഉള്ളിലേക്ക് അത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫർ ആയിരിക്കും. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാകുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫിംഗർ ബ്രഷസ് മാറ്റി സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ഉള്ള ബ്രഷ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ പല്ല് തേച്ച് കുട്ടികൾക്ക് നന്നായിട്ട് പല്ല് തേച്ച് തന്നെ കൊടുക്കുക. സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ബ്രഷ് ഉപയോഗിച്ച്
കുട്ടികൾക്ക് പല്ല് തേപ്പിച്ചു കൊടുക്കും. നമുക്ക് ഫിംഗർ ബ്രഷസ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിംഗർ ബ്രഷസ് നമ്മളിപ്പോൾ ആദ്യം കുട്ടികൾക്ക് ഗം മസാജോ കാര്യം ചെയ്യുന്ന കാരണം കുറച്ചും കൂടെ ഒരു സൂത്തനിങ് എഫക്റ്റ് നമ്മുടെ ഗംസിന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ബ്രഷസിലേക്ക് മാറ്റുമ്പോൾ കുട്ടികൾക്ക് ഒരു സഡൻ റിലക്റ്റൻസ് അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് റെസിസ്റ്റ് ചെയ്യത്തില്ല. അതൊരു സ്ലോ കൺവേർഷൻ ആണ്. നമ്മൾ ഫിംഗർ ബ്രഷസ് ഉപയോഗിച്ച് പിന്നെ ഒരു സോഫ്റ്റ് ബ്രിസിൽസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും അവരെ സ്വന്തമായിട്ട് പല്ല് തേക്കാൻ വേണ്ടി ശീലിപ്പിക്കേണ്ട സമയമാണ് അത്. നമ്മൾ മുന്നിൽ നിന്ന് എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്ന് കുട്ടിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് കൊച്ചു കുട്ടികളിലെ പല്ല് തേക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ സർക്കുലർ മോഷനിൽ കറക്റ്റ് ആയിട്ട് കുട്ടികളെ പല്ല് തേപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഈ പറയുന്ന മെയിൻ സൈസ് അല്ലെങ്കിൽ അരിമണി വലുപ്പം എന്ന് പറയുന്നത് മാറ്റിയിട്ട് പി സൈസിലേക്ക് മാറ്റാം. പി സൈസ് എമൗണ്ട് ആയിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് ശീലിപ്പിക്കുക. കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് തന്നെ കിഡ്സിലൊക്കെ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഒക്കെ കുട്ടികളെ കാണിച്ച് കുറച്ചുകൂടെ അവർക്ക് ഇൻട്രസ്റ്റ് കൂട്ടുന്ന രീതിയിൽ അവരെ കൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഈ 6 വയസ്സ് വരെയും കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് പാരന്റ് മാത്രമേ നമ്മളിത് ചെയ്യാവൂ. കാരണം 1-2 ദിവസം കുട്ടി തേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ തേക്കുന്നുണ്ട്, അവൻ കറക്റ്റായിട്ട് തേച്ചോളൂ എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു 6 വയസ്സ് വരെയും കുട്ടി പ്രോപ്പറായിട്ട് തേക്കുന്നുണ്ടോ, പല്ലെല്ലാം വൃത്തിയാവുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടികളിലെ ദന്ത സംരക്ഷണം ഒരു 6 വയസ്സ് വരെ ആ ഒരു മിൽക്ക് ടീത്ത് ഷെഡ് ചെയ്യുന്ന ഒരു കാലം വരെ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് വരും വരെ നമ്മൾ കൊണ്ടുപോകേണ്ട. പിന്നെ അങ്ങോട്ട് 2 ടൈംസ് എല്ലായ്പ്പോഴും നമ്മൾ പറയുമ്പോൾ തന്നെ 2 ടൈംസ് കുട്ടികളെ ബ്രഷ് ചെയ്യിക്കുക. രാവിലെയും രാത്രിയും എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൊച്ചു കുട്ടികളിൽ ഒത്തിരി ചെറുതിലാണെങ്കിൽ കിടന്നുറങ്ങും മുമ്പ് നമ്മൾ വായ വൃത്തിയാക്കിയിട്ട് വേണം കിടത്തി ഉറക്കാൻ. ഞാൻ ഗം മസാജ് ചെയ്യുന്ന ഒരു സമയം പറഞ്ഞില്ലേ, ആ ഒരു ടൈമൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട്, എസ്പെഷ്യലി രാത്രി പാല് കുടിച്ച് കിടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വായ വൃത്തിയാക്കി കിടത്തി തന്നെ ഉറക്കാൻ വേണ്ടി ശീലിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കുട്ടികളിലെ ദന്ത സംരക്ഷണത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ ഓറൽ ഹൈജീൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കേരീസ്, ഇപ്പൊ പോഡ് വന്ന് ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റും, നന്നായിട്ട് റെഡിയാക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരികയാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ പോലെ പല്ല് തേച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. അതിന് നമുക്ക് ഒരു ഡെന്റിസ്റ്റിന്റെ സഹായത്തോടു കൂടി ആ പോഡ് അടയ്ക്കുക എന്നുള്ളതാണ് മാർഗം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ ഡെന്റിസ്റ്റിനെ സമീപിക്കുക. കുട്ടിക്ക് ഫില്ലിങ്സ്, നമുക്ക് ഡെന്റൽ ഫില്ലിങ്സ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കണ്ണടയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് കേരീസ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പെയിൻ വരും. ഈ ഒരു മഞ്ഞ കളറിൽ തന്നെ കുട്ടികൾക്ക് ചില തണുത്തതൊക്കെ കഴിക്കുമ്പോൾ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പെയിൻ, അവർ പെയിൻ ആയിട്ടേ പറയത്തുള്ളൂ. സോ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിലെങ്കിലും നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ഫില്ലിങ്സിലേക്ക് പോവുക. അതർവൈസ് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പർ ആകുമ്പോൾ കുട്ടികൾ രാത്രി നല്ല കരച്ചിലായിരിക്കും, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, അത്രയും പെയിൻ ഒക്കെ വരും. അപ്പോൾ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കുട്ടികളിൽ തന്നെ നമുക്ക് റൂട്ട് കനാൽ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ പിന്നീട് പല്ലെടുത്ത് കളയുന്നതോ ആണ്. സോ റൂട്ട് കനാൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരു എത്രത്തോളം കുട്ടികൾ ഇരിക്കുന്നതും പോലും എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഈ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനും എക്സ്പെൻസിനേക്കാളും ഉപരി കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യില്ല. കൊച്ചു കുട്ടികളാണ്, അവർ പേടിക്കും. പല്ലെടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ പേടിക്കും, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു ചെറിയ കാര്യം കുട്ടികൾക്ക് അറിയില്ല, പാരന്റ് അത് ഇഗ്നോർ ചെയ്യുന്ന കാരണമാണ് കുട്ടിക്ക് അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്. സോ ആസ് എ പാരന്റ് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കുട്ടികളുടെ ദന്ത സംരക്ഷണം കഴിവതും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് പാൽപ്പല്ല് എപ്പോൾ വന്നു തുടങ്ങും, പാൽപ്പല്ല് എപ്പോൾ പോയി തുടങ്ങും, പാൽപ്പല്ല് പോകും വരെ എങ്ങനെ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, കുട്ടികളുടെ ഓറൽ ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിലോ ജസ്റ്റ് കമന്റ് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്തു പോകാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.